ഇന്നത്തെ വലിയ വാർത്ത തിരുവനന്തപുരത്ത് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവിനെതിരെ നൽകിയ പരാതികളിൽ ഒന്നും നടപടിയുണ്ടായില്ല എന്ന് ശ്രീവരാഹം സ്വദേശി നീതുവിന്റെ കുടുംബം. സ്റ്റേറ്റ് അപെക്സ് കമ്മിറ്റി മൊഴിയെടുത്തുവെങ്കിലും റിപ്പോർട്ട് വൈകുകയാണ്. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അടുത്ത നിയമ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നും കുടുംബം പറയുന്നു. ഈ വർഷം ഫെബ്രുവരി 22-നാണ് നീതുവിന് വയറ്റിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ നടന്നത്. അരിശുമൂട്ടിൽ പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് ക്ലിനിക്കിനെതിരെയാണ് പരാതി. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. നിയമസഭാ സമിതിക്ക് കൊടുത്തു, DGPക്ക് 2 കമ്മിറ്റി പരാതി കൊടുത്തു, ജില്ലാ കമ്മീഷണർക്ക് കൊടുത്തു, പിന്നെ മുഖ്യമന്ത്രിക്ക് 2 പരാതി കൊടുത്തു, ആരോഗ്യവകുപ്പിന് 2 പരാതി കൊടുത്തു, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് 2 പരാതി കൊടുത്തു, ഇവിടുത്തെ സ്ഥല MLA ആന്റണി രാജുവിന് പരാതി കൊടുത്തു. പുള്ളിയാണ് നിയമസഭാ സമിതിയുടെ ചെയർമാൻ, അത് കൊടുത്തു. മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്തു, വനിതാ കമ്മീഷന് കൊടുത്തു. ഈ കമ്മീഷൻ ആരും ഞങ്ങളെ വിളിച്ച് മൊഴിയെടുക്കുകയോ ഞങ്ങളടുത്ത് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പരാതിയായിട്ട് മുഖ്യ ദിവസവും ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവരിങ്ങനെ താമസപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. ഇതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇത് മനഃപൂർവ്വം ഇങ്ങനെ കാലതാമസപ്പെടുത്തുകയാണ്. കാര്യം ഈ ഡോക്ടർ ബിബിലാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് നല്ല രാഷ്ട്രീയ സ്വാധീനവും പണസ്വാധീനവുമുണ്ട്. ഇത്രയും മാസമായിട്ട് എന്താണ് മറുപടി തരാത്തതെന്നറിയില്ല. ഇപ്പോൾ അവർ ഇന്നലെയും വിളിച്ചായിരുന്നു. ഇന്നലെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് കേട്ടാൽ ഉടനെ വരും. ഇത് ഉടനെ വരുമെന്നും പറയുന്നതല്ലാതെ ഈ കാലതാമസം ഇങ്ങനെ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മെയ് മാസം 5-ാം തീയതി നമ്മൾ പരാതി കൊടുത്തപ്പോൾ അവർ അടച്ചു. 10-ാം തീയതി അവർ വീണ്ടും തുറന്നു, കോടതി മുഖാന്തരം തുറന്നു. അപ്പോൾ അതിന് എല്ലാം അവർക്ക് ഇപ്പോഴും ഈ പറയുന്ന ചെയ്യാൻ പറ്റാത്ത ശസ്ത്രക്രിയയൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളെ രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്നവർക്കും ഒരു നിയമ തടസ്സവും ഇല്ല. അവരെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നു പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം എക്സ്പെർട്ട് കമ്മിറ്റി ആയിരുന്നു. എക്സ്പെർട്ട് കമ്മിറ്റിയിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് പിന്നീട് ഒരു സ്റ്റേറ്റ് അപെക്സ് കമ്മിറ്റിയാണ് കൂടിയത്. അപ്പോൾ അതിന് കൊച്ചിയിൽ പോയിട്ട് നീതുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയുണ്ടായി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അവസരവും കൂടി തന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുക്കാനായിട്ട്. അത് ഓഗസ്റ്റ് മാസത്തിലാണ് അത് കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 2 മാസം കഴിഞ്ഞ്, എന്നിട്ട് ഇതുവരെ ഞങ്ങൾക്ക് റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് നിയമത്തിൻ്റെ വഴിയിലോട്ട് പോകാനായിട്ട്. ഓക്കെ, നീതുവിൻ്റെ ബന്ധുക്കളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ വിവരങ്ങളുമായി, ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മീര മനോഹരൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. മീര, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ ശസ്ത്രക്രിയ നടന്നിട്ട് 7 മാസമാവുകയാണ്. പരാതിപ്പെടേണ്ടിടത്തെല്ലാം പരാതി നൽകി, കാണേണ്ടവരെയൊക്കെയും കണ്ടു, കാര്യങ്ങളൊക്കെ അറിയിച്ചു. പക്ഷേ ഇനിയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നീതി വൈകുകയാണെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവിടെ? സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും സേതു പറഞ്ഞ ആ വാക്ക് തന്നെയാണ്, നീതി വൈകുക തന്നെയാണ്. ഈ സംഭവം നടന്നിട്ട് 8 മാസം പിന്നിടുന്നു. 4 മാസം കൂടി കഴിഞ്ഞാൽ 1 വർഷമാകുന്നു. എന്ത് നടപടി എടുത്തു, എന്ത് നടപടി ഉണ്ടായി എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്ന ചോദ്യം. ന്യായമായ ചോദ്യമാണത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫെബ്രുവരി 22-നാണ് ഈ ഒരു കേസ് ഉണ്ടാകുന്നത്. അതായത് അരിശുമൂട്ടിൽ പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് ക്ലിനിക്കിൽ ഈ വയറിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയക്കായി നീതു എത്തുന്നത്. അതിൽ വന്ന പിഴവ് മൂലം ഈ ഗുരുതരമായ അവസ്ഥയിലേക്ക് നീതു നീങ്ങുകയാണ്. കൈവിരലുകളുടെയും വിരലുകളുടെയും ഒക്കെ ദ്രവിക്കുന്ന രീതിയിലേക്ക്, അത്തരത്തിലേക്ക് ഒരു രീതിയിലേക്ക് ആ അസുഖം മാറുകയാണ്. പിന്നീട് ഈ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല എന്ന് തന്നെ പറയാം. ആരോഗ്യമന്ത്രിക്ക്, ആരോഗ്യ വകുപ്പിന്, മുഖ്യമന്ത്രിക്ക്, മനുഷ്യാവകാശ കമ്മീഷന്, വനിതാ കമ്മീഷൻ ഉൾപ്പെടെ അങ്ങനെ മുട്ടാവുന്ന വാതിലുകളിലെല്ലാം മുട്ടി നീതിക്ക് വേണ്ടി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കൊടുത്ത പരാതികളിലൊന്നും തന്നെ നടപടിയായില്ല, നീതി കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇതിൽ അവസാനമായി ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്, അതായത് ആദ്യം അപെക്സ് കമ്മിറ്റി ആയിരുന്നു, പിന്നീട് ഇത് ഒരു സ്റ്റേറ്റ് അപെക്സ് കമ്മിറ്റിയുടെ മെഡിക്കൽ ബോർഡിൻ്റെ സ്റ്റേറ്റ് അപെക്സ് കമ്മിറ്റിയുടെ താഴിലേക്ക് ഈ കേസ് വരികയാണ്. പിന്നീട് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ഉൾപ്പെടെ എടുക്കാൻ വേണ്ടിയായിരുന്നു ആ സമിതി കൂടിയത്. ഇതിൻ്റെ 2 മാസം മുമ്പ് കൊച്ചിയിലെത്തി ഇവരുടെ നീതുവിൻ്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടും 2 മാസം കഴിയുന്നു, എന്നിട്ടും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ്. കുടുംബം ആവർത്തിച്ച് ഈ പരാതികളുമായി ബന്ധപ്പെടുന്നുണ്ട്. എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും കാലതാമസം
കാലതാമസമാണ് വരുന്നത്. ഉടൻ വരും ഈ നീതുവിൻ്റെ പിതാവ് പറഞ്ഞ പോലെ തന്നെ ഉടൻ വരും എന്നുള്ള മറുപടി മാത്രമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഈ കോസ്മെറ്റിക് ക്ലിനിക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവർ കോടതി വഴി ഒരു അനുവാദം എടുത്തുകൊണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഇപ്പോഴും അവിടെ നടത്താൻ പാടില്ലാത്ത ശസ്ത്രക്രിയകൾ നടത്തുന്നു എന്നുള്ളതും കുടുംബത്തിൻ്റെ ഒരു ആരോപണമായി നിൽക്കുന്നുണ്ട്. അതിനെതിരെ അടുത്ത നടപടികളിലേക്ക് ഈ കുടുംബത്തിന് നീങ്ങണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കിട്ടിയേ മതിയാകൂ. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് അങ്ങോട്ട് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരിക. പക്ഷേ ഈ 2 മാസം കൊണ്ടായിട്ടും ഈ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം വന്ന റിപ്പോർട്ട് പൂർണ്ണമായും ഈ കോസ്മെറ്റിക് ക്ലിനിക്കിനെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരുന്നു. അതിനെതിരായിരുന്നു കുടുംബം പിന്നീട് നീങ്ങിയത്. അതിനുശേഷമാണ് ഈ സ്റ്റേറ്റ് അപ്പെക്സ് കമ്മിറ്റി വരുന്നത്. മറ്റൊരു കാര്യം, ഈ കുടുംബം ഈ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി കൊടുക്കുന്ന അതേ സമയത്ത് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി കൊടുത്തിരുന്നു. 8 മാസം പിന്നിടുന്നു ആ പരാതി കൊടുത്തിട്ട്. ഈ നീതുവിൻ്റെ മൊഴി പോലും അവർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. വലിയ വീഴ്ച തന്നെയായി നമുക്കിത് കാണേണ്ടി വരും. എന്തായാലും ഒരു പരാതി നടന്ന് ഒരു സംഭവം നടന്ന് 8 മാസം പിന്നിട്ടിട്ടും അതിനൊരു നടപടി ഇല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നീതി കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ. സേതു. ഓക്കെ മീര, ശരി. മീരയാണ് വിവരങ്ങളൊക്കെ നൽകിയത്.